രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേജ്രിവാളിനെ വരെ അറസ്റ്റ് ചെയ്തില്ലേ, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആഖ്യാനം RSSും BJPയും ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അത് തെറ്റാണ്. ഞങ്ങൾ നിലകൊള്ളുന്നത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ്. ഹിന്ദു രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഏകോപന സമിതി എന്ന് പറയുന്ന ആശയം ഒരു അബദ്ധമാണ്. ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്ത്യ വേദി ചർച്ച ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ സംഘടനാപരമായ ശരിയായ രീതി. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെ അവരൊരു സംഘടനാ ഗോഷ്ഠി കാണിച്ചു എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുക. അതിപ്പോൾ എവിടെ? ആ സംഘടനാ ഗോഷ്ഠി ഏകോപന സമിതി ഇപ്പോൾ എവിടെ? ഞങ്ങൾ പറഞ്ഞിടത്ത് എത്തിയില്ലേ? എന്നിട്ട് വലിയൊരു അബദ്ധം VD സതീശൻ പറയുന്നു. പിണറായി വിജയൻ 8ാം പേജ് നോക്കൂ. 8ാം പേജ് ഞങ്ങൾ ആവർത്തിച്ച് നോക്കി, അവിടെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച്. ഞാൻ ചൗക്കിദാറാണെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദി തീവട്ടിക്കൊള്ള നടത്തുകയായിരുന്നു, ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചു. ഇപ്പോഴും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നു. യൂറോപ്പിലെ ഒരു രാജ്യത്തോ ജപ്പാനിലോ USA-യിലോ കാനഡയിലോ ആണ് വെളിപ്പെട്ടിരുന്നെങ്കിൽ അവിടുത്തെ ഭരണാധികാരി ഇപ്പോൾ അധികാരത്തിൽ പോയെന്നെ. മത്സരിക്കാനും പറ്റില്ല. ഞാനും നിങ്ങളും കഴിവില്ലാത്തവരാണ്. ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൻ്റെ ദൗർബല്യമാണ് നരേന്ദ്രമോദി ഇപ്പോഴും ഭരണാധികാരിയായിട്ട് തുടരുന്നതും ഒരു ലജ്ജയുമില്ലാതെ നടന്നിട്ട് നാവിട്ടലിക്കുന്നത്. യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യണമെങ്കിൽ ആദ്യം നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുകയാണ് വേണ്ടത്. രണ്ടാമത് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അമിത്ഷായാണ്. ഇടതുപക്ഷ വിരോധം ഒരു മനോരോഗം പോലെ അവരെ പിടികൂടിയിരിക്കുകയാണ്. ആ മനോരോഗം എന്ന് പറയുന്നതിനകത്ത് അത്തരം ചില മാധ്യമങ്ങളുടെ പേരും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കാരണത്താൽ ഈ സമൂഹം പുരുഷാധിപത്യപരമാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരായി പൊരുതുന്ന ഇടതുപക്ഷത്തിന് പോലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് സമർഹമായ വിധത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. BJPക്ക് വാങ്ങാൻ കഴിയാത്ത കുറച്ച് പേര് പാർലമെന്റിൽ ഉണ്ടാവണം എന്നുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെന്റിൽ വർദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. 18ാമത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും പ്രചാരണത്തിലുമൊക്കെ ചൂടുപിടിച്ച് നിൽക്കുന്ന ഇനി തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒരുപോലെ ചർച്ചയാവുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പൊതുവെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പല കാരണങ്ങൾ കൊണ്ട് കേരളം ഒരു ഫോക്കസ് വന്നിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, BJP ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പും മുമ്പെങ്ങും ഇല്ലാത്ത വിധം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് രാഷ്ട്രീയമായിട്ട്. എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരരുത് എന്ന് ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്? നരേന്ദ്രമോദി ഗവൺമെൻറ് അതിൻ്റെ ഒന്നാമത്തെ അയോഗ്യത രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഗാന്ധി വധത്തിൽ ഉള്ള പങ്ക് പരിഗണിച്ച് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രിയുമായി പ്രവർത്തിച്ച ഗവൺമെൻറ്റിന് നിരോധിക്കേണ്ടി വന്ന ഒരു സംഘടനയാണ് RSS. അതൊരു ഫാസിസ്റ്റ് സംഘടനയാണ്. ആ ഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ പാർട്ടി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിൽ തങ്ങൾ വന്നു. അതോടുകൂടി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കപ്പെട്ട ഭരണഘടനയുടെ രാജ്യത്തെ ജനത മൊത്തത്തിൽ അംഗീകരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ, ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത, അപ്പം അതിനൊക്കെ ഒരു ഒത്തവിധം പ്രവർത്തിക്കാൻ തങ്ങൾ സ്വയം മാറണം എന്ന് വേണമെങ്കിൽ അവർക്ക് ആലോചിക്കാമായിരുന്നു. ഈ മഹാപാപങ്ങൾ ചെയ്ത RSSൻ്റെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയാണ് BJP എങ്കിൽ പോലും അതിനൊരുമ്പെടുന്നതിന് പകരം വളരെ കൗശലപൂർവ്വം RSSൻ്റെ മനുഷ്യവിരുദ്ധമായ കർമ്മപരിപാടി അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത്. അത് ഭയാനകമാം വിധം പല ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ 10 വർഷം കൊണ്ട് എന്നത് മനസ്സിലാക്കിയ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആശയങ്ങളാൽ പ്രചോദിക്കപ്പെട്ട് ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ
സമത്വാധിഷ്ഠിത സമൂഹം എന്ന സങ്കല്പം, അത് നേടിയെടുക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊന്നും ബി ജെ പി ഒരു മൂന്നാം വരവ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം വരവ്, അതിനുമ്പോൾ വാജ്പേയിയുടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ ഗവൺമെൻറ് ആ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാകാം ഒരുപക്ഷെ കുറേ കൂടെ മര്യാദയ്ക്ക് പെരുമാറിയത്. മൈൽഡായിരുന്നു. അതെ, മൈൽഡ് എന്ന് തന്നെ പറയാം. ഇത് ഏറ്റവും മര്യാദകെട്ട ഒരു വിധ്വംസക രാഷ്ട്രീയ പദ്ധതിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ഈ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ, അവർ ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ തങ്ങളുടെ വിഷലിപ്തമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട്. അത് പറിച്ചു കളയുക എന്നുള്ള ഒരു ജോലി ഈ തെരഞ്ഞെടുപ്പിൽ മോഡിയും കൂട്ടരെയും പരാജയപ്പെടുത്തുക എന്ന് എത്രമാത്രം പ്രധാനമാണോ, ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് അതിനുശേഷമുള്ള ഒരു കർമ്മപരിപാടി മതേതര ജനാധിപത്യ ഇന്ത്യ ജനത ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം ഒന്നാമത് മോഡിയെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പിടിയിൽ നിന്നും അറുത്തുമാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ മറ്റ് ഇപ്പോൾ സാംസ്കാരിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, ഒരുപോലെ കോർപ്പറേറ്റ് രംഗത്തൊക്കെ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ പല തരത്തിൽ ഈ ബാന്ധവം ഉണ്ടായിട്ടുണ്ട്, കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും ഇത് ഒരു ലോങ് ടേമിൽ ഇന്ത്യ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്തും കൂടിയിട്ട് തന്നെയാണ്. അതിനെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതും. അതിന് പര്യാപ്തമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ നരേറ്റീവ് സൃഷ്ടിക്കാൻ, അതിനെ വേണ്ട രീതിയിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു പൊളിറ്റിക്സ് ഇപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സിന് അതിന് സാധ്യമാവുമോ? കാരണം സാമ്പത്തിക നയങ്ങളിലും ഈ വർഗീയ നയങ്ങളിലുമൊക്കെ ഒന്നുകിൽ ആർ എസ് എസിൻ്റെ ഒരു ഫാസിസ്റ്റ് നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു ചെറിയ വേർഷനായിട്ട് തന്നെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴൊക്കെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഒരു ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുക? താങ്കൾ ഉന്നയിച്ച ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ വിഷയം എന്ത് വില കൊടുത്തും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും പിടിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് വളരെ തൃപ്തികരമായൊരു മറുപടി പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ആന്തരികമായ പ്രശ്നങ്ങൾ ആർ എസ് എസിനെയും നരേന്ദ്രമോദിയെയും എതിർക്കുന്ന വിശാലമായ രാഷ്ട്രീയ വേദി എന്നാണ് പറയുന്നത്, പ്ലാറ്റ്ഫോം. ആ വേദിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ഇതിന് ബദലായിട്ട് മുന്നോട്ട് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇതിൽ പലരിലുമുണ്ട്. കുറച്ചും കൂടെ പച്ചയായി പറഞ്ഞാൽ, ഇതിൽ അണിനിരന്നിട്ടുള്ള പലർക്കും നരേന്ദ്രമോദിയും കൂട്ടരെയും മാറ്റിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ നേതാവാകണം, എനിക്ക് പ്രധാനമന്ത്രിയാവണം എന്ന ചിന്തയാണ് ഇതിലുള്ള ഇടതുപക്ഷം ഒഴികെ ബാക്കി എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ചിലർക്ക് ഇടതുപക്ഷത്തിനില്ലെന്ന് നിങ്ങൾ അവകാശപ്പെടുകയല്ലേ, വലിയ ആദർശം. അവർ വെറുതെ അവകാശപ്പെടുകയല്ല. 1996 ജ്യോതിബാസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമായിരുന്നു. അത് ബാക്കി എല്ലാവരും നിർദ്ദേശിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല. കാര്യം അത് എററാണെന്ന് വാദിക്കുന്നവരുണ്ടാവാം. അത് വളരെ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത വളരെ ശരിയും ശാസ്ത്രീയവുമായിട്ടുള്ള നിലപാടാണ് എന്നും വാദിക്കാം. ഇത് സംബന്ധിച്ച് എല്ലാ വാദത്തിൽ പങ്കെടുക്കുകയും അതിൽ സാക്ഷിയാകുകയും ചെയ്ത ഒരാളാണ് ഞാൻ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ വാദങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇന്ത്യൻ സമൂഹം ഇന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടികളെല്ലാം അധികാരത്തിന് വേണ്ടിയാണെന്നാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ, നിങ്ങളെ വ്യക്തിപരമായി ഞാൻ ഉദ്ദേശിക്കുകയല്ല, മാധ്യമപ്രവർത്തകർ പൊതുവിൽ നൽകുന്ന ആഖ്യാനം എന്താ? എല്ലാവരും അധികാരത്തിന് വേണ്ടി നിൽക്കുന്നു, എല്ലാവരും അഴിമതി കാണിക്കുന്നു, എല്ലാവരും അവസരവാദമാണ്. അങ്ങനല്ല, ഇടതുപക്ഷം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഈ ഇന്നിപ്പോൾ ഒരു വേദി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ വേദിയിലെ പ്രധാനപ്പെട്ടവർ ഞങ്ങളാണെന്നൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വേദി ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ ഇന്ന് വേദിയിലുള്ള 2 പാർട്ടികളെ മാത്രം ഞാൻ പറയാം. ഒന്ന് കോൺഗ്രസ്, ഏറ്റവും ഗ്രാൻഡ് ഓൾഡ് പാർട്ടി. മറ്റൊന്ന് ഡൽഹി ഭരിക്കുന്ന പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി. ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമായിരുന്നില്ല. അവരിപ്പോൾ മുഖത്തോട് മുഖം നോക്കുന്നു. അതിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നില്ലെന്നാണ് കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്തപ്പോൾ
കോൺഗ്രസ് ചോദിച്ചത് എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് കോൺഗ്രസ് ചോദിച്ചത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ പോയി അത് പ്രതിഷേധിച്ചു. ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേജ്രിവാളിനെ വരെ അറസ്റ്റ് ചെയ്തില്ലേ, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ ചോദിക്കുന്നത്. അത് കാരണം ഈ RSSഉം മീൻസ് BJPയും CPMഉം തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അതെ, അപ്പം BJPയുമായി ആരെങ്കിലും അവരുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. എത്ര ബാലിശമായ വാദങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വാദമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ വേദിയിൽ ഇപ്പോൾ ഒരുമിച്ചത്. അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി അങ്ങനൊരു വേദി രൂപപ്പെടണം എന്ന കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് 2 വർഷത്തിലധികമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ് CPIM. അപ്പം അതിൽ ഒരു ഘട്ടത്തിൽ എല്ലാവരോടും സംസാരിക്കാൻ ഇടതുപക്ഷം സംസാരിച്ചാൽ അങ്ങനെ നേതൃത്വം എടുത്ത് സംസാരിക്കാൻ നിങ്ങളാര് എന്ന ചോദ്യം വരും. DMKയുടെ നേതാവ് MK സ്റ്റാലിനോട് ഞങ്ങൾ സംസാരിച്ചു, നിങ്ങൾക്ക് ഇവരെ എല്ലാവരെയും പ്രത്യേകം കണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുന്നത് ശരിയാവില്ല, ഞാൻ തെക്കേ ഇന്ത്യ കിടക്കുകയാണ്, ഇതെല്ലാം വടക്കേ ഇന്ത്യയിലുള്ള പാർട്ടികൾ, പ്രത്യേകിച്ച് മമത, പിന്നെ കേജ്രിവാളും അതുപോലെ കോൺഗ്രസ്. അപ്പോഴാണ് നിതീഷുമായി സംസാരിച്ചത്. നിതീഷാണ് ഒന്നാമത് ഈ വേദി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്. ആദ്യമായി ഈ വേദിയുടെ യോഗം നടക്കുന്നത് നിതീഷിൻ്റെ ആതിഥേയത്വത്തിൽ പാറ്റ്നയിലാണ്. ആ നിതീഷ് എന്തുകൊണ്ട് ഇപ്പോൾ പിന്നെ BJP പാളയത്തിലേക്ക് പോയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പലർക്കും ബാധ്യതയുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുമായി ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങളാണോ കാരണം, അതോ ഇന്ത്യ മുന്നണി ചരിത്രം അത് തന്നെയല്ലേ, അധികാരത്തോടൊട്ടി നിൽക്കുന്ന നിതീഷിന്റെ ചരിത്രം അത് തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള പലരുമാണല്ലോ ഇപ്പം ഇതിലൊരു പങ്ക് വഹിക്കണമെന്ന് സങ്കല്പിക്കപ്പെടുന്ന മമതാ ബാനർജി കോൺഗ്രസ് നേതാവാണ്. ആ കോൺഗ്രസിനെ മുഴുവൻ മമതാ ബാനർജി തൻ്റെ കൂടെ കൊണ്ടുപോവുകയും BJPയുമായി ചേരുകയും BJPക്കെതിരായി ദൃഢമായി സമരം നടത്തുന്ന ഇടതുപക്ഷത്തെ പശ്ചിമ ബംഗാളിൽ വല്ലാതെ കടന്നാക്രമിക്കുക, ഇപ്പോഴും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇടതുപക്ഷത്തെ തകർക്കുന്നതിലും BJPയെ വളർത്തുന്നതിലും ഒരു ചട്ടുകമായി പ്രവർത്തിച്ചത് കോൺഗ്രസിൻ്റെ ഒരു രൂപാന്തരം വന്ന പ്രാദേശിക പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഇടതുപക്ഷ വിരോധ രാഷ്ട്രീയമാണ് മമതാ ബാനർജി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഉൾപ്പിരിവുകളും കുഴമറിച്ചിലുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അതിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ RSSനെതിരായിട്ട് അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരായ ഒരു സമരം നടത്തണം. അതിന് പിന്തുടരേണ്ട രാഷ്ട്രീയ കാഴ്ചപ്പാടെന്താണ്, വർഗീയതയുടെ കൊടും വിഷത്തിനെ വീര്യം കുറഞ്ഞ വർഗീയ വിഷം കൊണ്ട് നേരിടാൻ പറ്റുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ ഏറ്റവും പാരമ്പര്യമുള്ള പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയുടെ ആഖ്യാനം RSSും BJPയും ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അത് തെറ്റാണ്. ഞങ്ങൾ നിലകൊള്ളുന്നത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ്. ഹിന്ദു രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. അത് ബാലപാഠമാണ്. ആ ബാലപാഠം പോലും പ്രധാന പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം ഞാൻ വിചാരിച്ചു അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഈ പ്രസംഗത്തിനൊക്കെയുള്ള പോയിന്റുകളൊക്കെ ചിലർക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാരാകുമ്പോൾ, വലിയ നേതാക്കന്മാരാകുമ്പോൾ അവർക്ക് പലരും സ്പീച്ച് റൈറ്റേഴ്സ് വേണ്ടി വരും, ബുള്ളറ്റ് പോയിന്റ്സ് എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതി കൊടുത്ത ആളിൻ്റെ ഒരു അബദ്ധം പുള്ളി അറിയാതെ ആവർത്തിച്ചു പോയതാണെന്ന് ഞാൻ വിചാരിച്ചു. അതല്ല, അദ്ദേഹം അതിനെ തുടർന്ന് UPയിലും എല്ലാം പോയി ഇത് തന്നെയാണ് പറയുന്നത്, അവർ ഹിന്ദു രാഷ്ട്രം, ഞങ്ങൾ ഹിന്ദു രാജ്യം. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ മുഖം എന്ന് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ RSSനും BJPക്കും എതിരായിട്ടുള്ള സമരത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ളൊരു അവസരമായിരുന്നു CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിലെ സജീവ പങ്കാളിത്തവും നേതൃത്വവും. സീതാറാം യെച്ചൂരിയുടെ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികൾക്കൊന്നും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സീതാറാം യെച്ചൂരിനെ കാണുന്നത്. പക്ഷെ എന്തുകൊണ്ട് CPM ഈ ഒരു നിർണായക ഘട്ടത്തിൽ അതിൻ്റെ ഏകോപന സമിതിയിൽ അംഗമായില്ല, അതിൽ നിന്ന് പുറത്തു നിൽക്കാൻ തീരുമാനിച്ചു? നിങ്ങളിങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഏകോപന സമിതി എന്ന് പറയുന്ന ആശയം ഒരു അബദ്ധമാണ്. ഇപ്പം
ഒരു പാർട്ടിക്ക് ഒരു കൗൺസിലുണ്ടെങ്കിൽ അതിനൊരു എക്സിക്യൂട്ടീവ് വേണം, കേന്ദ്ര കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിന് പോളിറ്റ് ബ്യൂറോ ആകാം. പക്ഷേ ഇന്ത്യ വേദി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് ഇന്ത്യ വേദിയുടെ നേതാക്കന്മാർ കൂടിയിട്ടാണ്. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഉണ്ടാക്കുന്ന ഒരു ഏകോപന സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാനും പേര് ചേർന്നതല്ലേ ഉണ്ടാകേണ്ടത്. ആ ഏതാനും പേര് ചേരുമ്പോൾ ഒരു പാർട്ടിക്കുള്ളിലാണെങ്കിൽ ഏതാനും പേർ ചേരുന്ന ഒന്നിനെ അത് എലക്ട് ചെയ്യുകയാണ്. എന്നാൽ തുല്യ പ്രാധാന്യത്തോടു കൂടി 24-25 പാർട്ടികൾ വരിക. ആ 24-25 പാർട്ടികളിൽ നിന്നും ഏതാനും പാർട്ടികളെ മാത്രം ചേർത്ത് മറ്റൊരു വേദി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ വേദി തന്നെ പൊളിയുന്നതിന് വേറെ ഒന്നും വേണ്ട. സംഘടനാപരമായ ബോധമില്ലായ്മയുടെയോ തിരിച്ചറിവില്ലായ്മയുടെയോ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഞങ്ങളുമായിട്ട് ഇത് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് പരമ അബദ്ധമാണ്, ഇങ്ങനൊരു വേദി ഉണ്ടാക്കിക്കൂടാ. രണ്ടാമത് അങ്ങനൊരു വേദി ഉണ്ടാക്കിയാൽ അതിലാരാ പങ്കെടുക്കാൻ വരിക? ഓരോ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണോ വരിക? അല്ല, മറ്റു ചിലരാണ് വരിക. അതാണ് നിർദ്ദേശം. അപ്പം യഥാർത്ഥത്തിൽ പവറില്ലാത്തൊരു വേദിയാണ്. അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ബാക്കിയുള്ളവർ അംഗീകരിക്കുമോ? ഇതിൽ ഉൾപ്പെടാത്ത 24 പേരിൽ നിന്നും 12 പേരെ ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബാക്കി 12 പേർ ഞങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന ബോധത്തിലേക്ക് എത്തും. ഇതൊക്കെ ഞങ്ങൾ ഗഹനമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പോൾ പമ്പര വിഡ്ഢിത്തമാണ്. എന്നിട്ട് ഏകോപന സമിതി ഉണ്ടാക്കിയല്ലോ. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുന്ന തെറ്റാണ്, അത് ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. ആ വസ്തുത മനസ്സിലാക്കാനുള്ള സംഘടനാ ബോധം പോലും ഇല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്തപ്പോൾ അത് പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട്, എന്ന് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നതിനകത്ത് ഞങ്ങൾ ഇരിക്കാം. ഞങ്ങൾ ഇന്ത്യ വേദിയിൽ വരും. എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്ത്യ വേദി ചർച്ച ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ സംഘടനാപരമായ ശരിയായ രീതി. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെ അവരൊരു സംഘടനാ ഗോഷ്ഠി കാണിച്ചു എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുക. അതിപ്പോൾ എവിടെ? ആ സംഘടനാ ഗോഷ്ഠി ഏകോപന സമിതി ഇപ്പോൾ എവിടെ? ഞങ്ങൾ പറഞ്ഞിടത്ത് എത്തിയില്ലേ? എന്നിട്ട് ഇത് ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടി ഒരു ആഖ്യാനമായി കൊടുക്കുക. ഇവർ ഇതിൽ സഹകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിൽ സഹകരിക്കാതിരുന്നത് ഈ സംഘടനാ ഗോഷ്ഠി ഉണ്ടാക്കാൻ പുറപ്പെട്ടവരാണ്. നടക്കാത്തൊരു കാര്യം, പ്രയോജനമില്ലാത്ത കാര്യം, ഒരു അജാഗളസ്ഥനം ഉണ്ടാക്കുക. ചുരുക്കി പറഞ്ഞാൽ അതിന് ഡേ ഒന്നിൽ തന്നെ ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തിട്ടാണ്. പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഇത് അബദ്ധത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. 2 കാരണങ്ങളാൽ ഞാൻ ആവർത്തിക്കുകയാണ്. ഒന്ന്, ഇതിൽ വന്ന കുറേ പാർട്ടികൾ ഒഴിവാക്കുന്നു. ആ പാർട്ടികൾക്ക് എന്ത് തോന്നുന്നു? ഒരു സംഘടന അതിന് പല കമ്മിറ്റികളും ടയറുകളും ഉണ്ടാക്കുന്ന പോലെ അല്ല ഇത്. പല പാർട്ടികൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിൽ ചില പാർട്ടികൾ തിരഞ്ഞെടുക്കുക. ഇത് മനസ്സിലാക്കാനുള്ള സംഘടനാ ബോധം പോലും ദൗർഭാഗ്യവശാൽ നമ്മുടെ വയനാട് UDF കാൻഡിഡേറ്റിനില്ല. എന്നിട്ട് അവിടെ അദ്ദേഹം അടിച്ചിറക്കിയത് എന്താ? ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് അവകാശം? അപ്പോൾ അബദ്ധ പഞ്ചാംഗമാണ്. ഐ ആം വെരി സോറി. ഞാൻ ദുഃഖിതനാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. കേരളത്തിൽ UDF CPM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണ സ്വഭാവമുള്ള വിമർശനം ഇതാണ്: ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളാണ്, UDF ആണ് ഇന്ത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നിർണായകമായ സ്ഥാനം വഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളാണ്, അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് കേരളത്തിലുൾപ്പെടെ ബംഗാളിലുൾപ്പെടെയൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു വിശാലമായി മറ്റ് ഇലക്ഷനുകളെ മാതിരിയല്ലല്ലോ, ഒരു വലിയൊരു വിശാലമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ UDF-നും LDF-നും കേരളത്തിൽ ഈ ഒരു വൈരുദ്ധ്യം ഭയങ്കര പ്രകടമായി ദേശീയ രാഷ്ട്രീയം പറയാനുള്ള ബുദ്ധിമുട്ട് ഈ ഇലക്ഷനിൽ പ്രത്യേകമായിട്ട് നേരിടുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയം പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി RSSും BJP നടത്തുന്ന നീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, ഒന്ന്, ഇന്ത്യൻ ഭരണഘടന പൗരത്വത്തിന് നൽകുന്ന നിർവചനം അത് ഉപേക്ഷിച്ചുകൊണ്ട് മതം പൗരത്വ നിർണയത്തിനൊരു മാനദണ്ഡമായിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്നു. അത് ഞങ്ങൾ വളരെ ശക്തമായിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നു. അതിൻ്റെ മാനിഫെസ്റ്റോയിലൊന്നും തന്നെ പറയുന്നില്ല. എന്നിട്ട് വലിയൊരു അബദ്ധം VD സതീശൻ പറയുന്നു. പിണറായി വിജയൻ 8ാം പേജ് നോക്കൂ. 8ാം പേജ് ഞങ്ങൾ ആവർത്തിച്ച് നോക്കി, അവിടെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച്. പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകം പലതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഈ മാനിഫെസ്റ്റോയിൽ BJP കൊണ്ടുവന്ന പല നിയമങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് ഇതിനെല്ലാം ഞങ്ങൾ എതിരാകുമെന്ന് പറയുന്നു. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമല്ലേ? അപ്പം നേരത്തെ പറഞ്ഞ ഈ
വീര്യം കുറഞ്ഞ വർഗീയത, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് മുസ്ലിമിനും എതിരായിട്ടുള്ളൊരു വിഷയമാണ് ഈ CAA എന്ന മട്ടിലെ ഒരു ആഖ്യാനമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലണ്ട, അത് മിണ്ടണ്ട. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു ഗുണമുണ്ട്, പല കാര്യങ്ങളും പുറത്തു വരും. അപ്പോൾ എന്താ, ആദ്യം ഇതുണ്ടായിരുന്നു, പിന്നെ ഗാഠമായി ചർച്ച ചെയ്തപ്പോഴാണ് വേണ്ട എന്ന് പറഞ്ഞ് പിന്നീട് മാറ്റിയതാണ്, അത് വിട്ടുപോയതല്ല. അപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ വേണ്ട പോലെ ചർച്ച ചെയ്യാത്ത ഒരു വലിയ ഭീമൻ വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും ഇലക്ട്രൽ ബോണ്ടിലൂടെ 1500 കോടിയിലധികം സമ്പാദിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് 84-ൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ കിട്ടാത്തത്ര ഭൂരിപക്ഷത്തോടു കൂടി രാജീവ് ഗാന്ധി ജയിച്ചു. 411 സീറ്റോ മറ്റോ ഉണ്ടായിരുന്നു 543-ൽ. നെഹ്റുവിനൊരിക്കലും കിട്ടിയിട്ടില്ല, ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല. അവരെക്കാളൊന്നും വലിയ നേതാവല്ല രാജീവ് ഗാന്ധി. അപ്പോൾ രാജീവ് ഗാന്ധിക്ക് അത് കിട്ടിയതിൽ ഇന്ദിരാഗാന്ധിക്ക് പങ്കുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കൂടെ സഞ്ചരിച്ചിട്ടാണ് നോട്ട് പിടിച്ചത്. അതിന് 5 വർഷത്തിന് ശേഷം 1989 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി തോറ്റു. എന്തായിരുന്നു കാരണം? ബോഫേഴ്സ്. ആ ബോഫേഴ്സ് എത്ര കോടി രൂപയുടെ അഴിമതിയാണ്? 60 കോടി രൂപയുടെ അഴിമതിയാണ്. ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ കുട്ട്പ്രോക്കോ ആണ്. വളരെ ഇത് അഴിമതിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്, അതിൽ 1 രൂപ പോലും ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് തലയുയർത്തിപ്പിടിച്ച് പറഞ്ഞത് CPM ആണെന്ന് മാത്രമല്ല, CPMൻ്റെ സീതാറാം യെച്ചൂരിയും ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇത് രണ്ടുമാണ് ആ കേസ് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി. ആ ഫൈറ്റിൻ്റെ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. നരേന്ദ്രമോദി കള്ളം പറയുകയായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് കള്ളം പറയുകയായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് സുപ്രീം കോടതി പറയുന്നു. എവിടെയാ രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നത്? അതിനെക്കുറിച്ച് ചില വാചകം അടിക്കുന്നുണ്ട്. അതിന്ന് കിട്ടിയ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞുകൂടാ. 1500 കോടിയാണോ കോൺഗ്രസിന് കിട്ടിയത്, 1900 കോടിയാണോ എന്ന് ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം എന്താണ്? നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അളിയൻ DLFന് വേണ്ടി ആ കേസ് സെറ്റിൽ ചെയ്തില്ലേ, അഴിമതി ഇവരന്വേഷിച്ചുകൊണ്ടിരുന്നു. നരേന്ദ്രമോദി ചെയ്യുന്നത്, ഞാൻ ചൗക്കിദാറാണെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദി തീവട്ടിക്കൊള്ള നടത്തുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോഴും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നു. ഞാൻ ചുരുക്കി പറയാം നിങ്ങളുടെ പ്രേക്ഷകരോട്, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വെളിപ്പെട്ട കാര്യങ്ങൾ യൂറോപ്പിലെ ഒരു രാജ്യത്തോ ജപ്പാനിലോ USA-യിലോ കാനഡയിലോ ആണ് വെളിപ്പെട്ടിരുന്നതെങ്കിൽ അവിടുത്തെ ഭരണാധികാരി ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പോയേനെ. മത്സരിക്കാനും പറ്റില്ല. ഞാനും നിങ്ങളും കഴിവില്ലാത്തവരാണ്. ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൻ്റെ ദൗർബല്യമാണ് നരേന്ദ്രമോദി ഇപ്പോഴും ഭരണാധികാരിയായിട്ട് തുടരുന്നതും ഒരു ലജ്ജയുമില്ലാതെ നടന്നിട്ട് നാവിട്ടലിക്കുന്നതും. ഇത് പുറത്തു കൊണ്ടുവന്നത് ആരാണ്? ഇടതുപക്ഷമാണ്, CPIM-ഉം ADR-ഉമാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, ഇത്തരം അഴിമതികളിൽ പങ്കാളിത്തമില്ലാത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ നിർവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും വിമർശനം ഉന്നയിക്കാൻ കഴിയുമോ? എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി ഒരു ചുവട് മുന്നോട്ട് പോകണമായിരുന്നു. ഭരണഘടനാ വിരുദ്ധമെന്ന് അവർ പ്രഖ്യാപിച്ച ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം പറ്റിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പലിശ സഹിതം ആ പണം തിരിച്ചടയ്ക്കണം. ആ പണം ഉപയോഗിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. മറ്റൊന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരില്ല. ഞാൻ ഒന്ന് മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരാം, ഗൗരവത്തോടു കൂടി പലരും കാണുന്നതാണ് നിങ്ങളുടെ ഈ ചാനൽ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അരുൺ ജെയ്റ്റ്ലി 2017 ബഡ്ജറ്റിൽ കൊണ്ടുവരുമ്പോൾ അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ എതിർത്തു, അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ അതിനെ എതിർത്തു. അവർ പറഞ്ഞു ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. 35,000-ലധികം കോടി രൂപ നഷ്ടം കാണിച്ച കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് കള്ളപ്പണമല്ലേ? ഇതിൻ്റെ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു, വനിതാ മാധ്യമപ്രവർത്തകരെ അനുമോദിക്കുന്നു. പൂനം അഗർവാളാണ് ഇതിൻ്റെ കള്ളത്തരം മുഴുവൻ ബുദ്ധിപൂർവ്വം പുറത്തു കൊണ്ടുവന്നത്. ആരും അറിയില്ല, കാരണം പ്രതിപക്ഷത്തിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങില്ല, അവർക്ക് കൂടുതൽ എന്നൊക്കെയാണല്ലോ വാദിച്ചത്. ആ വാർത്ത ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെട്ടപ്പോൾ എന്താ വ്യക്തമാകുന്നത്? ഒരു കമ്പനി കൊണ്ടുപോയിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് സംഭാവന കൊടുക്കുന്നു. സംഭാവന കിട്ടിക്കഴിയുമ്പം 14,500 കോടി രൂപയുടെ പദ്ധതി ആ കമ്പനിക്ക് അവാർഡ് ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം കൊണ്ടുള്ള പദ്ധതി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ഇതാണ്. ഇതിന് പുറമെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു കള്ളപ്പണക്കാരന്, സാന്റിയാഗോ മാർട്ടിനെ ഞാൻ കള്ളപ്പണക്കാരനൊന്നും പറയുന്നില്ല,
പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് നിയമം അനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി ബോണ്ട് വാങ്ങിക്കാൻ ഞാൻ 5000 കോടിയുടെ ബോണ്ട് വാങ്ങിച്ചു. അവർ ചോദിക്കുന്നില്ല നിങ്ങൾ ഈ 5000 കോടി ന്യായമായി സമ്പാദിച്ചതാണോ എന്ന് ചോദിക്കുന്നില്ല, കള്ളപ്പണമാണോ മയക്കുമരുന്ന് വഴി കിട്ടിയ പണമാണോ എന്ന് ചോദിക്കുന്നില്ല. പൈസ കൊടുക്കുമ്പോൾ വെറുതെ ബോണ്ട് കൊടുക്കുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും കൈമാറാം. 15 ദിവസത്തിനുള്ളിൽ ഇത് ക്യാഷ്. എത്ര ഭീമമായ ഒരു വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് പോയതും ഉറപ്പായിട്ടും കൃത്യമായി യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യണമെങ്കിൽ ആദ്യം നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുകയാണ് വേണ്ടത്. രണ്ടാമത് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അമിത്ഷായാണ്. നമുക്കറിയാം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീമാകരമായിട്ടുള്ള അഴിമതി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അത് ചെയ്ത് അതിൻ്റെ എല്ലാ വാർത്തകളും പുറത്തു വന്ന് മീഡിയ ഉറപ്പായിട്ടും അതിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾ. എന്നാൽ പോലും മറ്റു തരത്തിൽ ഇതെല്ലാം പുറത്തു വന്നുകൊണ്ട് ഇതെല്ലാം ശരി നിൽക്കുമ്പോഴും നരേന്ദ്രമോദി സർക്കാർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാം അഴിമതി എന്ന് പറയുന്ന ഒരു കാരണം വെച്ച് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആവർത്തിക്കുന്നു. അപ്പോഴും കരുവന്നൂർ ബാങ്ക് പോലുള്ള വിഷയങ്ങളെ ഇന്നലെ ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴും ഉന്നയിച്ച വിഷയം കരുവന്നൂർ ബാങ്കിലെ അഴിമതിയാണ്. CPM ഇത്രയും വലിയ അഴിമതി വിരുദ്ധ ഇലക്ട്രൽ ബോണ്ടിന് വരെ എതിരായിട്ട് നിന്നിരുന്ന ഒരു പാർട്ടിക്ക് ചെറിയ രീതിയിലാണെങ്കിലും അഴിമതി എന്ന് പറയുന്ന ഒരു ആരോപണത്തിൻ്റെ മുന്നിൽ ചെറിയ തോതിലെങ്കിലും ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിനെ നമ്മളെങ്ങനെ വിശദീകരിക്കും? ഇതിന് ഇവിടെ പ്രതികരിക്കുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള നരേന്ദ്രമോദിയുടെ ഈ പ്രഭാഷണങ്ങളോടാണ്. ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഗീബൽസിൻ്റെ പുനർജന്മമാണ് നരേന്ദ്രമോദി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആത്മാവ് ഇല്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറച്ച വിശ്വാസമുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് വളരെ വിഷമം തോന്നി, ഇയാൾ ആത്മാവിലൊന്നും വിശ്വസിക്കാത്ത ഭൗതികവാദിയാണോ? ആണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ആത്മാവുണ്ടെന്നുള്ളതിന് വല്ല തെളിവ് ഇനി ഭാവിയിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആത്മാവ് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവും. എന്നാലും പറയുമ്പോൾ ഉള്ള സൗകര്യത്തിന് പറയുകയാണ്, ഗീബൽസിൻ്റെ ആത്മാവ് അത്ഭുതപ്പെടുന്നുണ്ടാവും. എന്നെ കടത്തിവെട്ടുന്ന ഒരാൾ ഇതാ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. അതാണ് നരേന്ദ്രമോദിയുടെ ഈ വർത്തമാനങ്ങളിൽ നിന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങൾ, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം, കുറച്ച് വിഷമം ഇല്ലേ? ഞങ്ങൾക്ക് ഒരു വിഷമത്തിൻ്റെ പ്രശ്നമില്ല. കാര്യം ഞങ്ങളിതിനകത്ത് വളരെ ക്ലിയറാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നയത്തിനും മൂല്യങ്ങൾക്കും നിരക്കാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ ഒരു നടപടിയെടുക്കും. കറക്റ്റ് ചെയ്യാനായി വേണ്ടിയിട്ടാണ് നടപടി. ഞാൻ നടപടിക്ക് സംഘടനാപരമായ നടപടിക്ക് വിധേയനായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ, ഒന്ന് രോഗഗ്രസ്തനായി സജീവമായിട്ടൊന്നിലും ഇടപെടാൻ പറ്റാതെ കഴിയുന്ന വി എസ് അച്യുതാനന്ദൻ, പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ദീർഘകാലം ഇരുന്നിട്ട് കേരളത്തിലെ പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന നൽകിയ പിണറായി വിജയൻ. ഇവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ സംഘടന ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ, VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവരെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ പാർട്ടി. അപ്പോൾ ഒരാളുടെ പേരും ആവശ്യം വരുമ്പോൾ നടപടിയെടുക്കാൻ വേറെ ആരും പറയണ്ട. ചില മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരോധം ഒരു മനോരോഗം പോലെ അവരെ പിടികൂടിയിരിക്കുകയാണ്. ആ മനോരോഗം എന്ന് പറയുന്നതിനകത്ത് അത്തരം ചില മാധ്യമങ്ങളുടെ പേരും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊന്നും CPMന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആര് തെറ്റ് ചെയ്താലും, അതൊരു ബാങ്കിൻ്റെ സെക്രട്ടറി ആകട്ടെ, പാർട്ടി ഘടകത്തിലെ ഒരാളാകട്ടെ, ഏതെങ്കിലും ബഹുജന സംഘടനയുടെ ഭാരവാഹികളാകട്ടെ, ആ തെറ്റിൻ്റെ വലിപ്പച്ചെറുപ്പത്തെ ആസ്പദമാക്കിയിട്ട് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നടപടിയെടുക്കും. അവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല, അവർ തുടരുന്നത് ഈ പ്രസ്ഥാനത്തിന് ദോഷമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾക്ക് അന്താളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സുപരീക്ഷിതമായ സംഘടനാ സമ്പ്രദായങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പിന്തുടരുന്നത്. മാധ്യമങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, നമുക്കറിയാം കഴിഞ്ഞൊരു 10 വർഷമായിട്ടുള്ള ദേശീയ മാധ്യമങ്ങളും കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയും വലതുപക്ഷത്തിന് അന്ധമായിട്ട് ന്യായീകരിക്കുക, റിപ്പോർട്ട് ചെയ്യേണ്ട സംഗതികളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുക, ഗോദി മീഡിയ ഒക്കെ തന്നെയായിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ അതല്ലാതെ പ്രതിപക്ഷ സ്വരത്തിൽ കേൾക്കുന്നുള്ളൂ. കേരളത്തിലേക്ക് വരുമ്പോഴും നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ലെഗസി മീഡിയ ചാനലുകളായാലും പത്രങ്ങളായാലും വളരെ കൃത്യമായിട്ട് വലതുപക്ഷത്തേക്ക്, കുറച്ചും കൂടി തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും തീവ്രമായ വലതുപക്ഷത്തിലേക്ക്
മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇതിനെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണമെന്നാണ് ഞാൻ വരിക. അതിൻ്റെ മൂലധനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ന്യൂസ് ഡെസ്കുകളിലേക്ക് വന്നിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ, മാധ്യമങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷം എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നതിൽ നിന്നൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടോപ്പ് ടു ബോട്ടം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കാണുന്നത്? അന്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരോധമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ചർച്ച ചെയ്യേണ്ടത് അതിൻ്റെ മൂലധനം തൊട്ടിട്ട് തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടും കൂടിയിട്ടാണ് ചോദിച്ചത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നത്തെ നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമേ ഉള്ള ഒരു കാര്യമായിട്ട് കാണുന്നത് ശരിയാവില്ല. ഇതിന് ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, മൂലധനം, ആ മൂലധനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കാറൽ മാർക്സിൻ്റെ മൂലധനത്തിൽ ഒരു ഭാഗത്ത് മാർക്സ് പറയുന്നുണ്ട്. അത് മാർക്സ് ഒരു TJ ഡണ്ണിങ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി പ്രവർത്തകൻ പറഞ്ഞത് ഉദ്ധരിച്ചിരിക്കുകയാണ്. അത് മാർക്സ് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും പലയിടത്തും ഉദ്ധരിച്ച് ഞാൻ കണ്ടു, ചില ലേഖനങ്ങളിൽ തന്നെ കണ്ടു. മാർക്സല്ല, TJ ഡണ്ണിങ്ങിനെ ഫുട്നോട്ടായിട്ട് മാർക്സ് കൊടുത്തിരിക്കുകയാണ്. അത് മൂലധനത്തിന് ഒരു 25% ലാഭം കിട്ടുമെന്ന് കണ്ടാൽ മൂലധനം വളരെ ധൈര്യപൂർവ്വം പെരുമാറും. അങ്ങനെ പറഞ്ഞു പോവാണ്. അവസാനം ഒരു 250% ലാഭം മൂലധനത്തിന് കിട്ടുമെന്ന് കണ്ടാൽ മൂലധനം അതിൻ്റെ ഉടമയെ തന്നെ തൂക്കിക്കൊല്ലും എന്നാണ്, അങ്ങനെയാണ് സമാപിക്കുന്നത്. മൂലധനം എന്തിനും മടിക്കില്ല. അത് ഈ അതിസമ്പന്ന കുടുംബങ്ങളിൽ ഈ സമ്പത്ത് വീതം വെക്കുന്നതിന് വേണ്ടി നടക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. TJ ഡണ്ണിങ്ങിൻ്റെ മാർക്സ് ഉദ്ധരിച്ച വാക്കുകൾ ഇതാണ് ഈ മൂലധനത്തിൻ്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ എല്ലാം ഈ പെരുമാറ്റത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം. വൻ മാധ്യമങ്ങളെല്ലാം വൻ മൂലധനം മുടക്കി അവർക്ക് ലാഭം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി രേഖകളിലെല്ലാം ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ഈ വർഗീയ കോർപ്പറേറ്റ് നെക്സസ് അതാണ് ഇന്ത്യയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ വിഭജനത്തിലൂടെ ഭരണാധികാരത്തിൽ തുടർച്ചയായി വരാൻ ഈ ഫാസിസ്റ്റിക്കായിട്ടുള്ള RSS നിയന്ത്രിക്കുന്ന BJPയെ മൂലധന ശക്തികൾ പിന്താങ്ങുന്നു. പകരം മൂലധന ശക്തികൾക്ക് അനിയന്ത്രിതമായ ചൂഷണം നടത്താനുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യവും ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പ് മുതലാളിത്തം എന്നാണ് അതിന് പറയേണ്ടത്. അതിന് മോഡിയും സഹായിക്കുന്നു. ഇവർ ഒരു പരസ്പര സഹായ സഹകരണ പദ്ധതിയായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഏത് മുതലാളിത്ത ചൂഷണം നിലനിൽക്കുന്ന രാജ്യത്തിലെയും ക്യാബിനറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കുത്തകകളുടെ ഒരു കാര്യനിർവഹക സമിതിയാണ് എന്ന് ലെനിനും മാർക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണിപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇത്തരം അനീതികൾക്കെതിരായിട്ടുള്ള നിലയ്ക്കാത്ത സമരത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശല്യം തീർന്നു. പിന്നെ നമുക്ക് ബാക്കി ഇപ്പോൾ അമേരിക്കയിലെ പോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും എന്ന് പറയപ്പെടുന്ന വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത പാർട്ടി. യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം വലിയ പ്രതീക്ഷ ഇന്നും പകരുന്ന എബ്രഹാം ലിങ്കൺ അന്നത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി മറ്റൊന്നാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചരിത്രം നോക്കുന്നത് വളരെയധികം കൗതുകരമാണ്. ഇംഗ്ലണ്ടിലാണെങ്കിൽ ഒരേ സാമ്പത്തിക നയതാല്പര്യങ്ങൾ പിന്തുടരുന്ന പാർട്ടികളാണ് മത്സരിക്കുന്നത്. ഇടയ്ക്ക് വ്യത്യസ്തമായ, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ബേണി സാൻഡേഴ്സിനെ പോലെ ഒരാൾ വരുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് അയാളുടെ കഥ കഴിക്കും. ഇത് തന്നെയാണ് ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത്. ഈ പൊതുഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയവും വലിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷം ഇപ്പോഴും ഈ ചൂഷക ശക്തികളുടെ ദൃഷ്ടിയിൽ ഒരു നൂയിസൻസ് ഫോഴ്സാണ്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അതിൻ്റെ ശക്തി കഴിഞ്ഞ കുറേ നാളുകളായി ശോഷിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ബലഹീനത ഞങ്ങൾക്കുണ്ട്. അത് മറികടക്കാനുള്ള വലിയൊരു സമരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തുന്നത്. മറ്റൊരു വിഷയം, സ്ത്രീ സംവരണ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കി. ഇനി ഡീലിമിറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നടപ്പിലാക്കുമെന്നാണ് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നത്. തത്വത്തിൽ പാസ്സാക്കിയല്ലോ, ഇൻ പ്രിൻസിപ്പിൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് 33% സംവരണമൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും അത് കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, 10% താഴെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീകളുടെ എല്ലാം എണ്ണം. അതൊരു വിഷയം.
CPM പോലും അത് LDFും അത് ചെയ്തിട്ടില്ല. മറ്റൊരു വിഷയം, സോഷ്യൽ മീഡിയനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ളൊരു കാലത്ത് ഒരു സോഷ്യൽ ആക്ടിവിറ്റി നടക്കാൻ സാധ്യത കുറവാണ്. ശൈലജ ടീച്ചർക്കെതിരായിട്ട് നടക്കുന്ന സൈബർ ആക്രമണം അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സൈബർ സ്പേസിൽ രാഷ്ട്രീയം പറയുന്ന, നിലപാട് പറയുന്ന സ്ത്രീകൾക്കെതിരായിട്ട് പാർട്ടി വ്യത്യാസമില്ലാതെ തന്നെ സൈബർ ബുള്ളിയിങ് നടക്കുന്ന ഒരു സംഗതി നടന്നു വരുന്നുണ്ട്. അതൊരു സ്വാഭാവികതയായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്താലാണ് അപ്പർ ഹാൻഡ് കിട്ടുക, ഇതിൻ്റെ ലൈക്കും റീച്ചും എൻഗേജ്മെൻ്റ് ഒക്കെ കൂട്ടുക എന്നുള്ള ഒരു അൽഗോരിതം വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഒരു വശത്ത് നമ്മൾ സ്ത്രീ സംവരണത്തിന് വേണ്ടി വാദിക്കുന്നു, മത്സരിക്കുന്ന സ്ത്രീകൾക്കെതിരെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നു. ഇത് തമ്മിലുള്ളൊരു വൈരുദ്ധ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിന് CPMനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, എങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇതിനെ വിശാലമായിട്ട് കാണാൻ പറ്റും? ദൗർഭാഗ്യവശാൽ നാം ജീവിക്കുന്ന സമൂഹം പുരുഷാധിപത്യ സമൂഹമാണ്. ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും തുല്യതയും കൂട്ടി സംസാരിക്കുന്നവർ പോലും അവർക്ക് അവസരം കിട്ടിയാൽ ഇത് മറക്കാൻ തയ്യാറാണ്. ഇത് അതിന് മേലെ വർക്ക് ചെയ്യും. അതെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായി ഓരോ നിമിഷത്തിലും തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ നിരന്തര വിമർശനത്തിന് വിധേയമാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്ന് ഒരു തുല്യതയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ സമൂഹമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഇതിനെക്കുറിച്ച് വളരെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന്മാർ, മാർക്സും എംഗൽസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹം എത്രത്തോളം ജനാധിപത്യപരമാണ് എന്ന് അളക്കാൻ ആ സമൂഹത്തിൽ സ്ത്രീയുടെ പദവി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം അധിക്ഷേപിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒന്നാണ് മാനവീയം എന്ന് പറഞ്ഞുകൊണ്ട് 1999, 2000 അന്ന് അതൊക്കെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുന്ന കൊച്ചുകുട്ടിയായിട്ട് സ്കൂളിൽ പോകുന്ന സമയമാവണം അത് എന്ന് ഞാൻ ഊഹിക്കുന്നു. അന്ന് മാനവീയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നടപ്പാക്കിയ ഒന്നാണ് മാനവീയം സ്ത്രീ പദവി പഠനം. കേരളത്തിലെ സ്ത്രീകളുടെ പദവി എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു നീക്കം. എന്നാൽ തോമസ് ഐസക് പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. ഞങ്ങൾ സംസാരിച്ചിട്ടാണ് അത് നടപ്പാക്കിയത്. അപ്പോൾ താരതമ്യേന പ്രബുദ്ധം എന്ന് പറയുന്ന കേരളത്തിലും വളരെ അപമാനകരമായ സ്ഥിതിയാണ്. ഇപ്പം ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലായിരുന്നു. അവിടെ സംസാരിച്ച സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്നതിന് പുറമേ അവിടെ മത്സരിക്കുന്ന ശൈലജ ടീച്ചറുടെ പ്രത്യേകത, ഒരു മന്ത്രി എന്നുള്ള തരത്തിൽ പുരുഷന്മാരായ പലർക്കും കഴിയാത്ത വിധത്തിൽ പ്രവർത്തിച്ചു. നേരത്തെ ശ്രീമതി ടീച്ചറും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് BS ഗവൺമെൻറ്റിൽ പ്രവർത്തിച്ചവരാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശൈലജ ടീച്ചർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. ഇപ്പം ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ചർച്ചാവേദിക്ക് പോയ ചിന്താ ജെറോമിനെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ വാഹനം കൊണ്ടുവന്നിടിച്ചു. അത് കൊല്ലാൻ വേണ്ടി നടത്തിയൊരു ഇടിയാണെന്ന് കരുതുന്നില്ല. ഇപ്പോഴും ആ കുട്ടി ചികിത്സയിൽ കഴിയുകയാണ്. അതിന് കാരണം എന്താ? അതിനു മുമ്പ് നടന്നൊരു ചർച്ചയിൽ അവിടെ ഉന്നയിക്കപ്പെട്ട അടിസ്ഥാനമില്ലാത്ത അധിക്ഷേപങ്ങൾക്ക് ചുട്ട മറുപടി കൊടുത്തു. എന്നിട്ട് ഏഷ്യാനെറ്റ് തന്നെ തൊട്ടടുത്ത ദിവസം ആ ചിന്ത നൽകിയ മറുപടി ശരിയാണോ എന്ന് പരിശോധിച്ചു. ജനറൽ ആശുപത്രിയിൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് രണ്ടുപേരും വന്നങ്ങ് വാദിക്കുകയാണ്. അപ്പം മറുപടി പറഞ്ഞു അത് തെറ്റാണ്, ഞങ്ങളവിടെ നിരന്തരം പോകുന്നവരാണ്, കാരണം DYFI പ്രവർത്തകർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ആശുപത്രികളിൽ പോകുമ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാൻ കഴിയും. ഇതിനെ ട്രോൾ ചെയ്തത് എങ്ങനെയാണ്? ചിന്തയ്ക്കെതിരായി ഹൃദ്രോഗം വരുന്നവർക്കെല്ലാം ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നുണ്ട്, അതാണ് മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഈ പൊതിച്ചോറാണ് മരുന്ന് ഡോക്ടർമാരില്ലെങ്കിൽ. അപ്പം അങ്ങനൊരു സംവാദമൊക്കെ ഉണ്ടായി. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു സംവാദത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഇതേ ടീം, ഒരു ടീം ഇങ്ങനെ നടക്കുകയാണ് ഈ കുട്ടിക്കെതിരായിട്ട് പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിയാൻ വേണ്ടി. അപ്പം പല രൂപത്തിലുള്ള ആക്രമണങ്ങൾ യുവതികൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ. ഞങ്ങളുടെ മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലവും സമൂഹവും പൊതുമണ്ഡലവും ഒക്കെ ഞങ്ങളുടെ പുരുഷന്മാരുടേതാണ്, നിങ്ങളിവിടെ വിളയാൻ വേണ്ടി വരുന്നു എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. ഇതിനെതിരായിട്ട് ഉള്ള പോരാട്ടം പ്രധാനമാണ്. ഇപ്പം സ്ത്രീ സംവരണത്തിൻ്റെ കാര്യത്തിൽ BJPയുടേത് വലിയൊരു തട്ടിപ്പാണ്. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കി എന്നുള്ളത് ശരിയാണ്. അടുത്ത സെൻസസ് നടക്കണം, അതിനുശേഷം ഡീലിമിറ്റേഷൻ നടക്കണം,
അപ്പം ഗണപതിക്ക് കല്യാണം കുറിച്ചതുപോലെ നാളെ മറ്റൊന്നെങ്കിലും നടക്കുന്ന, എന്നാൽ പോലും ഇതൊരു നിയമമായി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചുവടുവയ്പ് തന്നെയാണ്. അപ്പം സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് തദനുസരണമായ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കാരണത്താൽ ഈ സമൂഹം പുരുഷാധിപത്യപരമാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരായി പൊരുതുന്ന ഇടതുപക്ഷത്തിന് പോലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് സമർഹമായ വിധത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ സാധ്യമായിടത്തോളം വ്യത്യസ്തമായി പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ വനിതാ പ്രാതിനിധ്യം ഒരു മന്ത്രിക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഒരാൾ വയനാട്ടിൽ ജയിച്ചത് കൊണ്ടാണ്. ആ ആൾ ജയിച്ചിരുന്നില്ലെങ്കിൽ വേറെ വനിതകളൊന്നുമില്ല. UDF ഭൂരിപക്ഷം കിട്ടിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നിലധികം മന്ത്രിമാർ മന്ത്രിസഭയിൽ പണ്ടെല്ലാം ഈ പ്രതീകാത്മകമായി ഒരാളെ എടുക്കുകയാണ് ഏത് ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റിയത് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് താരതമ്യേന സ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ പോലും ഇത് സമർഹമായൊരു പ്രാതിനിധ്യമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇത് നമ്മൾ ഗൗരവമായി അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു പരാധീനതയാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലെ BJPയുടെ വോട്ട് ഷെയർ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂരിലെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് ഷെയർ നോക്കുമ്പോൾ 28% ഭീമാകരമായിട്ടുള്ള ഭയപ്പെടുത്തുന്നൊരു വോട്ട് ഷെയർ ആണത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുപ്രവണതയായിട്ട് ഇപ്പോൾ വിലയിരുത്താൻ പറ്റില്ലെങ്കിൽ പോലും 5-6% നിന്ന് 12-14 വന്നു എന്നുള്ളത് ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തിനെ ഉറപ്പായിട്ടും ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ പരാജയം കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം ഇന്ത്യയിൽ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളൊരു വർഗീയതയെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു സംഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് കേരളത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഒപ്പം ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് തരം ചെറിയ പദ്ധതികൾ പ്രോഗ്രാം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. അങ്ങനെ പാർട്ടി ആലോചിച്ചിട്ടുണ്ടോ? അതിന് എന്ത് ചെയ്യാനാണ് ആലോചനകളിൽ വന്നിട്ടുള്ളത്? നമ്മെ എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ വർഗീയത. അത് ഒരു ലെജിറ്റിമൈസ് ചെയ്യാം. വർഗീയ പാർട്ടിയിലേക്ക് നമ്മളെല്ലാം അംഗങ്ങളായി പോകുന്നത് ഒരു നാണംകെട്ട കാര്യമല്ല, അപമാനബോധം തോന്നേണ്ട ഒരു കാര്യമല്ല ഒരു വർഗീയ നിലപാടെടുക്കുന്നത് എന്ന നിലയിലേക്ക് സ്വാഭാവികവൽക്കരിക്കപ്പെട്ടു. ഒരു കോമൺ സെൻസായിട്ട് ഇത് മാറുന്നു, ഒരു സാമാന്യ യുക്തിയായിട്ട് മാറുന്നു. ഇത് വളരെ ഗൗരവമായിട്ട് രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്നവരെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം വർഗീയ കാഴ്ചപ്പാട് ഒരു ഓവറാർച്ചിങ്, ഒരു മറ്റെല്ലാത്തിനെയും കീഴ്പ്പെടുത്തി മറ്റെല്ലാത്തിനും മുകളിൽ വരുന്ന ഒരു ആഖ്യാനമായി ഇന്ത്യൻ സമൂഹത്തിൽ ഗണനീയമായ വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. ഇപ്പം ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും BJP തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജയം നേടിക്കൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഗുജറാത്തിൽ, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആ വിജയങ്ങൾ അവരുണ്ടാകുന്നതിന് ഈ വർഗീയ ആഖ്യാനം ഒരു 30-35% ജനവിഭാഗങ്ങളിൽ വരെ ചെന്നെത്തുകയാണ്. അവർ മറ്റൊന്നും നോക്കുന്നില്ല. നരേന്ദ്രമോദി, BJP. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മലയാളിയാണ്, ലക്നൗവിലാണ് ജീവിക്കുന്നത്, യുനിസെഫിൽ പ്രവർത്തിക്കുകയാണ്. അവർ ഉൾനാട്ടിലെല്ലാം പോയി സാധാരണക്കാരോട് അവരുടെ ഭാഷ ഹിന്ദിയിൽ പഠിച്ചിട്ട് അവരോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം. അപ്പോൾ അവരുടെ കഷ്ടപ്പാടെല്ലാം പറയുന്നു. മോഡിയുടെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ കഷ്ടപ്പാടെല്ലാം കണ്ടപ്പോൾ അപ്പോൾ അവർ ചോദിക്കുന്നു, അപ്പം ഇത്ര ജീവിതമൊക്കെ ഇത്ര കഷ്ടപ്പാടിലാവുമ്പം ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള മോഡിയുടെ പാർട്ടിക്കൊക്കെ എതിരായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അയ്യോ മോഡിജിക്ക് മത് കൗഹോ, മോഡിജിയെക്കുറിച്ച് നിങ്ങളൊന്നും പറയരുത്, അദ്ദേഹം മഹാനാണ്, അദ്ദേഹമാണ് രക്ഷ. അപ്പം നിങ്ങളുടെ ഈ ദുഃഖവും അതെല്ലാം പൂർവ്വജന്മത്തിൻ്റെ ഫലമായിട്ട് ഭഗവാൻ തീരുമാനിച്ചതാണ്. അപ്പം ഈ മോഡിജിയെ, BJPയെ എല്ലാവരും
ആരാധിക്കേണ്ട ഒരു വ്യക്തിത്വമായി, ലാർജർ ദാൻ ലൈഫായി, യാഥാർത്ഥ്യത്തെക്കാൾ വലുതായിട്ട് അവതരിപ്പിക്കുന്നു. അതിൽ ഭക്തിയുടെ ഒരു അംശം കലരുന്നു, രാമനെക്കുറിച്ചുള്ള ആഖ്യാനത്തിൻ്റെ ഒരു അംശം കലരുന്നു. രാമൻ്റെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ കട്ടയും പിന്നെ സന്നദ്ധ പ്രവർത്തനത്തിനും പോകുന്നത് പോലെ. അപ്പം വളരെ വളരെ ആസൂത്രിതമായ ഒരു പ്രവർത്തനം ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കിടക്കാൻ RSS നിർവഹിച്ചിട്ടുണ്ട്. ഇത് യാദൃച്ഛികമല്ല, ഇത് ആസൂത്രിതമാണ്. ഇത് ആസൂത്രിതമാണെന്ന് കാണാൻ ബാധ്യതപ്പെട്ടവർ വേണ്ടത്ര ഗൗരവത്തോടെ ഇത് കണ്ടിട്ടില്ല എന്നുള്ള കുറ്റമുണ്ട്. ഗോൾവൽക്കറോട് ഈ വിചാരധാരയുടെ ഒരു എഡിഷനിൽ ഗോൾവൽക്കറുമായിട്ടൊരു അഭിമുഖ സംഭാഷണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഗോൾവൽക്കറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഈ ഹിന്ദു രാഷ്ട്രമെല്ലാം സ്ഥാപിക്കണമെങ്കിൽ അതിന് ഭരണാധികാരം വേണം. നിങ്ങൾക്ക് ഭരണാധികാരമൊന്നുമില്ല, നിങ്ങൾ കുറേ പേരിങ്ങനെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഗോൾവൽക്കർ നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാണ്, ഭരണാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഭരണാധികാരം കൂടാതെ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നത്തെ ഇന്ത്യയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് RSS കടന്നിട്ടുണ്ട്. 30-35% വരെ പല സംസ്ഥാനങ്ങളിലും അവർ കടന്നിരിക്കുന്നു. ഒപ്പം ഭരണാധികാരവുമുണ്ട്. അപ്പോൾ ഭരണാധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരത്തിൻ്റെ ആകർഷണീയതയുണ്ട്, വശീകരണ സാധ്യതയുണ്ട്. അതുപയോഗിക്കുന്നു. ഇവരുടെ ഈ വർഗീയമായ ആഖ്യാനം സാംസ്കാരിക ദേശീയതയുടെ രൂപത്തിൽ വിവിധ വിഭാഗം ജനങ്ങളെ, ഈവൻ മധ്യവർത്തികളെപ്പോലും ആകർഷിക്കുന്നു. അതിൻ്റെ സ്വാധീനമൊന്നും കേരളത്തിലേക്ക് ഒരിക്കലും കടക്കുകയില്ല എന്ന നിലയിൽ ഒരു സമീപനമെടുക്കുന്നത് എത്രത്തോളം യാഥാർത്ഥ്യബോധമുള്ളതാണെന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഏറ്റവും പുതിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിച്ചു കുട്ടികളുടെ ഇടയിൽ. അതിന് തൊട്ടു മുന്നേ ദൂരദർശൻ അത് പ്രദർശിപ്പിച്ച സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിശക്തമായിട്ട് അതിനെ അപലപിക്കുകയും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ യുവജന സംഘടനകളെല്ലാം പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. പക്ഷേ രൂപതകൾ ഇത് പ്രദർശിപ്പിച്ച സമയത്ത് അതിനോട് ഒരു രൂക്ഷമായ പ്രതികരണമല്ല ഇടതുപക്ഷ സംഘടനകളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, പാർലമെൻ്ററി പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മത മേലധ്യക്ഷന്മാരോട് അല്ലെങ്കിൽ പൗരോഹിത്യത്തോട് നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഇടതുപക്ഷം മടിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സ്വീകാര്യതയ്ക്ക് ആക്കം കൂട്ടുന്നൊരു സംഗതിയും കൂടിയല്ലേ? അതിൽ ഓരോ സന്ദർഭത്തിലും ഔചിത്യപൂർവമാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. ആ പ്രതികരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ CPIMO അതിൻ്റെ നേതൃത്വമോ യാതൊരു മാർദ്ദവവും പദപ്രയോഗത്തിൽ കാണിച്ചിട്ടില്ല. ഈ സന്ദർഭം ഉണ്ടായപ്പോൾ കത്തോലിക്ക ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം പേർ, പുരോഹിതന്മാരുൾപ്പെടെയുള്ളവർ ഈ ചില രൂപതകളും ചില ഇടവകകളും കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനപരമായി രംഗത്ത് വരികയുണ്ടായി. ആ വിമർശനം വന്നപ്പോൾ CPIMഉം ഇടതുപക്ഷവും അതിൻ്റെ നേതാക്കന്മാരും പറഞ്ഞു, കത്തോലിക്ക ക്രൈസ്തവ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലും കത്തോലിക്ക വിഭാഗത്തിലും പെട്ടവർ തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ചില ബിഷപ്പുമാരും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ അതിനെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് എന്ന തരത്തിൽ തന്നെയാണ് കാണേണ്ടത്, അത്തരത്തിൽ തന്നെയാണ് വിമർശിക്കേണ്ടത്. അത്രയ്ക്ക് നിഷ്കളങ്കമാണോ സംഗതികൾ എന്നുള്ളതാണ് പ്രശ്നം. കാരണം സഭയ്ക്ക് RSSുമായിട്ടും BJPയുമായിട്ടും കൂട്ടുകൂടാനായിട്ട് ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഏറ്റവും വലിയ ബന്ധുക്കളായിട്ട് കേരളത്തിൽ മാറുന്നുണ്ട്. മണിപ്പൂർ വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇല്ലാത്ത ലവ് ജിഹാദിൻ്റെ പേരിൽ വലിയ പ്രചാരണങ്ങൾ കേരളത്തിൽ സഭ നടത്തുന്നു. സ്വന്തം നിലയ്ക്ക് വലിയ വീഡിയോകളൊക്കെ ഉണ്ടാക്കി വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു. അത്തരത്തിൽ നമ്മളറിയാത്ത രീതിയിൽ ഉള്ള ഒരു വലിയ വർഗീയ ഗ്രൂപ്പായിട്ട് കത്തോലിക്ക സഭ മാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഈ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്തുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആധിപത്യ ശക്തികളുടെ ഒരു ഹീനമായിട്ടുള്ള തന്ത്രമാണ്. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. നരേന്ദ്രമോദിയും അതിനെ ആശ്രയിക്കുന്നുണ്ട്. അത്തരമൊരു സമീപനം നരേന്ദ്രമോദി പിന്തുടരുമ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗവും അത്തരം കെടിയിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണം. ചിലർ ആ ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്ക് ജനിക്കുന്നുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്. അവർ അത് ആലോചനാ വിധേയമാക്കുമെന്നും
അവർ തിരുത്തുമെന്നുമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 19-1 എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ സ്കോർ. ഇപ്രാവശ്യം എന്തുകൊണ്ട് ഇടതുപക്ഷം പാർലമെൻറ്റിൽ ശക്തമായൊരു സാന്നിധ്യമാവണം, അതെന്തുകൊണ്ടാണ് ഇടതുപക്ഷം വരണം, കൂടുതൽ സീറ്റുകളിൽ ജയിച്ച് വരണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്, സുശക്തമായ ഒരു ഇടതുപക്ഷമില്ലാത്ത പാർലമെൻറ്റ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ ശക്തമായി അവിടെ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഉദാഹരണത്തിന്, ഭീകരവാദികൾക്കെതിരായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന നിയമമാണ്, ഇതിനെതിരായി ശബ്ദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം, ഭീകരവാദികളെ അനുകൂലിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയത് ഓർക്കുന്നുണ്ട്. കോൺഗ്രസ് അംഗങ്ങൾ നിശബ്ദരായതോടുകൂടി ഒരു അമെൻമെന്റാണ് കോൺഗ്രസ് കൊണ്ടുവന്ന NIA ആക്ടിനുള്ള ഒരു അമെൻമെന്റ് ആയിരുന്നു. അതിൽ ഡിവിഷൻ ചോദിച്ചത് ആരിഫാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഓർക്കുന്ന ആസിഫ മോളുടെ കാര്യമാണ്. കത്വയിലെ ജമ്മു കാശ്മീരിലെ അവിടെ ഇരട്ടയക്കം ജമ്മു കാശ്മീർ അസംബ്ലി എന്നുണ്ട്. മെഹബൂബ മുഫ്തിയാണ് അവിടെ മുഖ്യമന്ത്രി, BJPയുമായി ചേർന്നിട്ട്. പിന്നെ അവിടെയുള്ള കോൺഗ്രസിന് ഇരട്ടയക്കമുണ്ട് അസംബ്ലി, നാഷണൽ കോൺഫറൻസിന് ഇരട്ടയക്കമുണ്ട്. ഇവരൊന്നും ആസിഫ മോളുടെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചില്ല. തരിഗാമി എന്ന് പറയുന്ന ഒരു കനലാണ്, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. ആസിഫ മോളുടെ കൊലയാളികളെ ഏറ്റവും ക്രൂരമായി വധിക്കപ്പെട്ട 8 വയസ്സുള്ള നമ്മുടെ പേരക്കുട്ടിയുടെ പ്രായത്തിൽപ്പെട്ട എൻ്റെ പേരക്കുട്ടിക്ക് 7 വയസ്സ് കഴിഞ്ഞിട്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽപ്പക്കത്തുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ നിയമസഭയ്ക്ക് പുറത്തെല്ലാം പൊരുതി അവസാനം ആ ഘാതകന്മാരെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഘാതകങ്ങളെല്ലാം നടന്നത്. അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി പൊരുതാൻ ആ തരിഗാമി അന്ന് നിയമസഭയിലില്ല. CPMന്റെ ഒരാളില്ലെങ്കിൽ വേറെ ആരും ഇത് ഏറ്റെടുത്തില്ല. ഇത് തരിഗാമി ഏറ്റെടുത്തപ്പോൾ പിന്തുണ കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഇതായിരുന്നു സ്ഥിതി. ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിതി അതാവും. അതുകൊണ്ട് ഇടതുപക്ഷം ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകാൻ അധികം സംസ്ഥാനങ്ങളിൽ നിന്ന് സാധ്യതയില്ല. ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ബംഗാളിലും ത്രിപുരയിലും വലിയ തോതിൽ ഇടിഞ്ഞു. ബംഗാളിൽ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ ഉണ്ടെന്നുള്ള പ്രതീക്ഷ ജനിക്കുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അതൊരു തെരഞ്ഞെടുപ്പ് വിജയമായി കലാശിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിനാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി പാർലമെന്റിൽ നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുക. അത് കോൺഗ്രസിൻ്റെ കൂടെ ആവശ്യമാണ്. അങ്ങനെ ഞാൻ കാണുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ പ്രചരണം നടത്തിക്കൊണ്ട് ആ പദയാത്ര നടത്തുന്നതിനിടയ്ക്ക് ഒരിടത്ത് പറഞ്ഞു, BJP ഒഴിവാക്കി ബദൽ ഗവൺമെന്റുകൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ഭൂരിപക്ഷം തന്നാൽ പോരാ, BJPക്കാർക്ക് വാങ്ങിച്ചു തീർക്കാൻ പറ്റാത്തത്ര ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം നിസ്സഹായമായി പാപം, അദ്ദേഹത്തിനകത്തൊരു ഒരു ശിശുവും ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറത്തു വരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അരുണാചൽ പ്രദേശിൽ അതുണ്ടായില്ല. 60 അംഗങ്ങളുള്ള അരുണാചൽ പ്രദേശ് അസംബ്ലിയിൽ 44 കോൺഗ്രസ്സുകാരെ ജയിച്ചിട്ടും ഒരാളൊഴികെ 43 പേരെയും മുഖ്യമന്ത്രിയും മന്ത്രിസഭയെ കൂട്ടത്തോടുകൂടി BJP വാങ്ങിച്ചുകൊണ്ടുപോയി, നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നിട്ട്. അപ്പം ഇങ്ങനെയുള്ള കച്ചവട രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ MPമാരെ കൂട്ടത്തോടുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് വാങ്ങാൻ കഴിയാത്ത കുറച്ച് പേര് പാർലമെന്റിൽ ഉണ്ടാവണം എന്നുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെന്റിൽ വർദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ആ നിലയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല തോതിൽ LDFന്റെ വിജയം കേരളത്തിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു അക്കം പറയണം എന്ന് നിർബന്ധിക്കേണ്ട. ഇത് 2024 20 വർഷം മുമ്പ് 2004 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതിന് സമാനമായ ഒന്നുണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നല്ല തോതിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ അഭ്യർത്ഥന ചെവിക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ BJPയുടെ പ്രകടന പത്രിക ഇറങ്ങിയ സമയത്ത് ഒറ്റ രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രകടന പത്രികയിൽ വാഗ്ദാനമായിട്ട് തന്നെ BJP കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കാലമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയും കൂടിയിട്ടാണ്. ഇത് നടപ്പിലാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റത്തിനെ
ബാധിക്കുക? ഓൾറെഡി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ സിസ്റ്റത്തിനെ ഉള്ളിൽ നിന്ന് തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ രാജ്യം എന്നുള്ള ഒരു സംഗതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നത്? ഇപ്പം തന്നെ ഈ ഫെഡറൽ ഘടനയ്ക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗവർണർമാർ, ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉദാഹരണമുണ്ട്, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുഭവമുണ്ട്, തമിഴ്നാട്ടിലെ രവിയുടെ ഉദാഹരണമുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് വായിക്കുമ്പോൾ ഈ ഗവർണർമാരുടെ പദവിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ അവിടെ നടന്നു. എന്നിട്ട് നെഹ്റു പറയുന്നുണ്ട്, ഞങ്ങൾ ഏത് തരത്തിലുള്ള ഗവർണർമാരെയാണ് നിയമിക്കുന്നതെന്ന് കാണുമ്പോൾ നിങ്ങളിപ്പോൾ ഉന്നയിച്ച ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതം ആവും എന്ന് പറഞ്ഞു. അതൊരർത്ഥത്തിൽ ശരിയാണ്. സരോജിനി നായിഡുവിനെ പോലെയൊക്കെ ഉള്ളവരാണെന്ന് ആദ്യത്തെ ഗവർണർമാരായിട്ടുള്ള അങ്ങനെയെല്ലാം ഉള്ളവരാണ്. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ EMS ഗവൺമെൻറ്റിനെ ജനാധിപത്യ വിരുദ്ധമായിട്ട് പിരിച്ചുവിട്ടതുപോലുള്ള മഹാപരാധങ്ങൾ നെഹ്റു ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുവിൽ നെഹ്റുവിൻ്റെ കാലഘട്ടം ചില നിലവാരം കാസൂക്ഷിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഒരു നിലവാരവുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇത് രണ്ടും തിരഞ്ഞെടുപ്പ്, പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും ഇതിൻ്റെ കൂട്ടത്തിൽ പല ഘട്ടങ്ങളായിട്ട് നടത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഭരണഘടനാ ഭേദഗതികളുടെ പരമ്പരകൾ വേണ്ടി വരും. അതാണ് ഒന്ന്. രണ്ടാമത്, ആദ്യഘട്ടത്തിൽ ഈ രണ്ടും ഒന്നാക്കാൻ വേണ്ടി നിയമസഭ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരും. അതായിരിക്കും സാധാരണയിൽ ആലോചിക്കുന്ന ഒന്ന്. അപ്പോൾ ഒരു വ്യക്തിയുടെ ചുറ്റും ഇന്ത്യയുടെ നേതൃത്വമായിട്ട് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന, ഇപ്പം BJPയുടെ ഭരണമാണല്ലോ, ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനും ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളായി ഈ സംസ്ഥാന ഭരണങ്ങളും ത്രിതല പഞ്ചായത്ത് ഭരണങ്ങളും മുഴുവൻ മാറും എന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു വശം കൂടിയുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ആഭ്യന്തര കലഹങ്ങളായും ലഹളകളായിട്ടും മാറാം. ഇത് മാത്രമല്ലൊരു പ്രശ്നം. അടുത്ത സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ വരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലേക്കുള്ള പ്രാതിനിധ്യം വലിയ തോതിൽ കുറയാൻ പോവുകയാണ്. അത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കാം. ദ്രവിഡിയൻ പ്രസ്ഥാനത്തിൻ്റെ ഉറച്ച നിലപാടുകളുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾക്കും ഗൗരവമായിട്ട് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യേണ്ടി വരും. ഇതൊന്നും ആലോചിക്കാതെ ഇന്ത്യൻ വൈവിധ്യത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചൊരു ധാരണയുമില്ലാതെ പ്രോക്രസ്റ്റിസിൻ്റെ കട്ടില് പോലെ ഞങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് ഇതിനെല്ലാം വെട്ടിച്ചുരുക്കുകയോ അടിച്ചു നീട്ടുകയോ ചെയ്യണം എന്ന മട്ടിലാണ് നരേന്ദ്രമോദിയും RSSും നീങ്ങുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വലിയ വെല്ലുവിളികളാണ് വരാനുള്ള നാളുകളിൽ അഭിമുഖീകരിക്കേണ്ടി വരിക. അതായത് അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ലോകക്രമം മുഴുവൻ ഒരു വലതുപക്ഷത്തേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടെ, ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായ ഫാസിസ്റ്റ് രീതികളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അധികാരം എന്ന് പറയുന്ന ഒരു ആശയത്തിനെ മുൻനിർത്തിയിട്ട് ഈ ഒരു കാലത്തിനെ എങ്ങനെയാണ് നിർവചിക്കുക? ഈ കാലത്ത് നിർവചിക്കുക എന്ന് പറയുമ്പോൾ തീവ്ര വലതുപക്ഷ പ്രവണതകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട് എന്ന നിലയിൽ തന്നെ നമ്മൾക്ക് തിരിച്ചറിയേണ്ടി വരും. അതേസമയം ഒന്നും എന്നും ഒരുപോലെ ആയിരിക്കില്ല എന്ന് കടമ്മനിട്ടയുടെ ശാന്തയിലെ വരികൾ, അതൊരു യാഥാർത്ഥ്യമാണ്. വിരുദ്ധ ശക്തികൾ വളർന്നു വരും. ഒരുദാഹരണം, തീവ്ര ഫാസിസ്റ്റ് ടേക്ക് ഓവർ ചിലിയിൽ സംഭവിച്ചു 1973. അവിടെയാണ് ഈ തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ ചിക്കാഗോ ബോയ്സിൻ്റെ നേതൃത്വത്തിൽ ആദ്യം പരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ശവപ്പറമ്പായി, ആ നയത്തിൻ്റെ ശവപ്പറമ്പായി ചിലി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു വലിയ മുന്നേറ്റം സമീപകാലത്ത് ചിലിയിലുണ്ടായത്. ഇത്തരം മാറ്റങ്ങളുണ്ടാകുന്നു. ഇപ്പം ഉത്തരേന്ത്യയിലെ കൃഷിക്കാരുടെ സമരം, അത് വലിയ പ്രതീക്ഷയല്ലേ നൽകിയത്? ഞങ്ങളുടെ ചെങ്കൊടി പിടിച്ചുകൊണ്ട് നഗ്നപാതരായിട്ട് 10,000-കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടത്തിയിട്ടുള്ളൊരു മാർച്ചുണ്ട്. ആ മാർച്ചിൻ്റെ ആവേശകരമായ ചരിത്രം അവർ നടന്ന പാതയിൽ കുറിച്ചിട്ടത് അവരുടെ കാലിൽ നിന്ന് ഒഴുകിയ രക്തം കൊണ്ടാണ്. അത് ഇന്ത്യയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായിരുന്നു. അപ്പം മർദ്ദനങ്ങളും സ്വേച്ഛാധിപത്യ ശക്തികളുടെ ആധിപത്യവുമൊക്കെ
ലോകത്ത് പടരുന്നു, ഇന്ത്യയിലും തുടരുന്നു എന്ന് വിചാരിക്കുമ്പോഴും അതിനെതിരായിട്ടുള്ള ശക്തികൾ ഉയർന്നു വരും. ഏറ്റവും ഒടുവിൽ തുർക്കിയിലെ നരേന്ദ്രമോദി, എർദോഗൻ, അദ്ദേഹത്തിനെതിരായി അവിടെ നടന്ന എല്ലാ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളും, ഇസ്താൻബുൾ, അങ്കാറ, ഇസ്മിർ, ഇത് മൂന്നുമാണ് അവിടുത്തെ ഏറ്റവും വലിയ നഗരങ്ങൾ. ഇതിൽ 2 നഗരങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അവിടങ്ങളിലെല്ലാം എർഡോഗനെ എതിർക്കുന്നവർ ജയിച്ചിരിക്കുകയാണ്. എർഡോഗൻ്റെ സ്വേച്ഛാധിപത്യ ഭാവി തുർക്കിയിൽ ഇനി പുതിയ നരേന്ദ്രമോദിയിൽ നിന്ന് എന്തെങ്കിലും തന്ത്രങ്ങൾ പിടിച്ചിട്ട് അദ്ദേഹം തുർക്കിയിൽ എന്തെങ്കിലും എർഡോഗൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാ സ്വേച്ഛാധിപതികളും നിലംപതിക്കുന്ന ഒരു ദിനം വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. തീവ്ര വലതുപക്ഷത്തിനും ഒരു പരിധിക്കപ്പുറം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വഞ്ചിക്കാനും സ്വന്തം ആധിപത്യം നിലനിർത്താനും കഴിയുകയില്ല. അതിൻ്റെ ഒരു വലിയ ചുവടുവയ്പ്പാവും 2024 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകളിൽ ഒറ്റ സ്ഥാനാർത്ഥിയെ BJPക്കും അവരുടെ കൂട്ടാളികൾക്കുമെതിരായി നിർത്താനാണ് ആന്തരികമായി പല തർക്കങ്ങളുമുണ്ടെങ്കിലും ഇന്ത്യ രാഷ്ട്രീയ വേദി ശ്രമിക്കുന്നത്. ആ ശ്രമം വിജയിച്ചാൽ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിഞ്ഞു എന്ന് വരും. ആ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം.